ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് 2x dx. മിക്കവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിപ്പോൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആണല്ലോ എന്ന് പറഞ്ഞ് നേരിട്ട് പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് പോകും. അങ്ങനെ എഴുതിയാൽ കംപ്ലീറ്റ് തെറ്റാണ്. ഇവിടെ ഏത് കാര്യത്തിനെയും പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ മെയിനായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവായിരിക്കണം ന്യൂമറേറ്ററിൻ്റെ പവർ. ഇതിപ്പോൾ പോളിനോമിയൽ ബൈ പോളിനോമിയൽ തന്നെയാണ് എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവ് തന്നെ വരണം ന്യൂമറേറ്റർ. ഇത് ഞാൻ ഡിനോമിനേറ്റർ ഓപ്പൺ ചെയ്താൽ -2x² വരുന്നില്ലേ നോക്കിയേ. ഈ എക്സ് ഉള്ളിലോട്ട് പോട്ടെ. -2x² വരുന്നുണ്ട്. അപ്പോൾ x² പവർ 2 വരുന്നുണ്ട് അല്ലേ. x² എന്ന് പറയുമ്പോൾ പവർ 2 വരുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ പവർ 2 ആണ് താഴെ. അതിനേക്കാളും കുറവ് തന്നെ വരണം ന്യൂമറേറ്റർ. x² കുറവ് എന്ന് പറയുമ്പോൾ എക്സോ അങ്ങനെ എന്തോ, പക്ഷെ കുറവല്ല, x² വന്നിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിനെ പവറിനേക്കാളും കുറവ് ന്യൂമറേറ്ററിൽ വരുമ്പോഴേ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ലോങ് ഡിവിഷൻ ചെയ്ത് ശരിയാക്കണം. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1 മൈനസ് x² ഡിവൈഡഡ് ബൈ, ഇത് ഓപ്പൺ ചെയ്താലേ, താഴത്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ x ഇൻറ്റു -2x അല്ലേ. x ഇൻറ്റു -2x ആദ്യം എഴുതിക്കോട്ടെ. -2x² x ഇൻറ്റു 1 എക്സും. താഴെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാ. ന്യൂമറേറ്റർ 1 മൈനസ് x² ആണ്. ഞാൻ പോളിനോമിയലിൻ്റെ ഓർഡറിൽ എഴുതുമ്പോൾ -x² + 1 എഴുതാം അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ഓർഡർ, -x² + 1 സെയിം തന്നെ അല്ലേ. ന്യൂമറേറ്റർ -x² + 1 എഴുതി, ഒന്ന് ഓർഡർ മാറ്റിയതാ. അപ്പം നമ്മൾ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് പോവരുത്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവ് വന്നിട്ടില്ല ന്യൂമറേറ്റർ. ലോങ് ഡിവിഷൻ ചെയ്യണം. -x² + 1 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? -2x² + x വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഹയസ്റ്റ് -x² ആണ്, ശരിയല്ലേ? അതെ, -x² ആണ് ഹയസ്റ്റ്. ഡിവൈസറിൽ -2x² ആണ്. -2x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാലാണ് -x² കിട്ടുന്നത്. -2x² ഞാൻ പറഞ്ഞുതരാം. 1/2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ശരിയല്ലേ? 1/2 ഇൻറ്റു -2x² ചെയ്താൽ 2 വെട്ടിപ്പോയിട്ട് -x² കിട്ടും. വേണമെങ്കിൽ എഴുതി നോക്കാം. 1/2 ഇൻറ്റു -2x² ചെയ്താൽ -x² കിട്ടുന്നുണ്ട്. പിന്നെ 1/2 ഇൻറ്റു x ഉണ്ട്, x/2 അല്ലേ. ഇനി നമ്മൾ മൈനസ് ചെയ്യണം. -x² നിന്ന് -x² മൈനസ് ചെയ്താൽ വെട്ടിപ്പോവും. -x² + x² ആവും, ക്യാൻസൽ ആവും. പിന്നെ വരുന്നത് 1 മൈനസ് x/2 ആണ്. 1 മൈനസ് x/2 അല്ലേ, ശരിയാണോ? 1 മൈനസ് x/2 ഓർ -x/2 + 1. 1 മൈനസ് x/2 -x/2 + 1 എഴുതാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഡിവൈസറിൻ്റെ പവറിനേക്കാളും കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈസറിൻ്റെ പവർ 2 ആണ്, x² ഉള്ളതുകൊണ്ട്. ഇവിടെ എക്സേ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറവ് വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ എഴുതും? തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷന് തന്നിരിക്കുന്ന ആൾ എങ്ങനെ എഴുതും? അതായത് ഇത് ഈ കാണുന്ന ആൾ കോഷ്യൻ്റ് പ്ലസ് അല്ലേ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, പഠിച്ചിട്ടുണ്ടല്ലോ. കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, മറന്നു പോകരുത് ലോങ് ഡിവിഷൻ കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് നമുക്ക് കോഷ്യൻ്റ് 1/2 അല്ലേ, 1/2 പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ താഴെ വന്നിരിക്കുന്ന ആൾ -x/2 + 1.
ഡിവൈഡ് ബൈ ഡിവൈസർ. -2x² + x ആണ് ഡിവൈസർ. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? -2x² + x dx. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2നെ നമുക്ക് 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1/2 മാറ്റി നിർത്താം. അപ്പോൾ 1/2 ഇൻറ്റു 1/2നെ 1/2 ഇൻറ്റു 1 എന്ന് എഴുതിയാലോ. 1/2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1 ആണ്. 1/2 ഇൻറ്റു 1 ആണ്. 1/2 മാറ്റി നിർത്താം. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അടുത്തത് അറിയില്ല നമുക്ക് അല്ലേ. -x/2 + 1 ആണ്. -x/2 + 1 ന്യൂമറേറ്ററിലുണ്ട്. താഴെ -2x² + x. ഇത് നമുക്ക് പഴയ പോലെ തന്നെ ആക്കിയാലോ, ഫാക്ടറൈസ്ഡ് ഫോം. ഞാൻ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയതാണിത്. -2x² + x പഴയ പോലെ തന്നെ ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതാണ്. അതായത് എക്സ് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. -2x² + x എന്ന് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്ത് വരും? -2x + 1 ബാക്കി വരും. ശരിയാണോ? -2x + 1 dx വന്നു. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡിനോമിനേറ്ററിനകത്ത് 2 ഫാക്ടേഴ്സാണുള്ളത്. ടൈപ്പ് 1 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. -x/2 + 1 ഡിവൈഡഡ് ബൈ x ഇൻറ്റു -2x + 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ a/ ഫസ്റ്റ് ഫാക്ടർ x ആണ്, പ്ലസ് b/ സെക്കൻഡ് ഫാക്ടർ -2x + 1. a/ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b/ സെക്കൻഡ് ഫാക്ടർ. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കാണണം. നമ്മൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. a ഇൻറ്റു -2x + 1 a ഇൻറ്റു -2x + 1 പ്ലസ് b ഇൻറ്റു x. അല്ലേ, റൈറ്റ് സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡ് ന്യൂമറേറ്റർ -x/2 + 1 -x/2 + 1. രണ്ട് സൈഡിലെയും ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്തു. എയും ബിയും കാണണമെങ്കിൽ ഇവിടെ -2x + 1 എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട് ഇല്ലേ. -2x + 1 എപ്പോഴാണ് 0 ആവുക? -2x + 1 എപ്പോഴാണ് 0 ആവുക? ഞാൻ ഇവിടെ സൈഡിലായിട്ട് ഞാൻ മായ്ക്കും. -2x + 1 0 ആവുന്ന എപ്പോഴാണ്? കാരണം ഇത് 0 ആയാൽ മാത്രമേ നമുക്ക് ഈ ടേം പോവുള്ളൂ. അതുകൊണ്ടാണ് -2x + 1 0 ആവണമെങ്കിൽ അറേഞ്ച് ചെയ്താൽ 2x 1 ആയിരിക്കണം. അറേഞ്ച് ചെയ്യുമ്പോൾ അഥവാ x 1/2 ആയിരിക്കണം. -2x + 1 0 ആവണമെങ്കിൽ x 1/2 ആയാൽ മതി. അപ്പോൾ നമ്മൾ എക്സിന് 1/2 കൊടുക്കാൻ പോവാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന് 1/2 കൊടുക്കുകയാണ്. ഓക്കെ, എക്സിന് ഞാൻ 1/2 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും അടുത്ത സ്റ്റെപ്പിൽ? എക്സിന് 1/2 കൊടുത്താൽ അറിയാമല്ലോ ഇത് 0 ആയിപ്പോയി. ഇവിടെ b ഇൻറ്റു 1/2. അപ്പോൾ റൈറ്റ് സൈഡിൽ 1/2 കൊടുക്കണം. -1/2/2 + 1 വരും. എക്സിന് -1/2 അല്ല, എക്സിന് 1/2 കൊടുത്തല്ലോ. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ -1/4 + 1 1-1/4 3/4. അപ്പോൾ സിംപ്ലിഫൈങ് b = 3/2. ഞാൻ സ്റ്റെപ്പ് കുറച്ച് കുറയ്ക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 1-1/4 3/4 ആണ്. 1/2 അങ്ങോട്ട് പോയി 3/2 കിട്ടും. ഇനി 0 ആക്കാൻ പറ്റിയ ടേം -2x + 1 0 ആവാൻ വേണ്ടി എക്സിന് ഹാഫ് കൊടുത്തിരുന്നല്ലോ. ഇനി bx
ഇതിനെ 0 ആക്കാനായിട്ട് എക്സിന് 0 കൊടുത്താൽ മതി. ഇത് 0 ആയി പോകുമല്ലോ. അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എക്സിന് 0 കൊടുക്കാനാണ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ a ഇൻറ്റു 0 + 1 ആവും. എക്സ് 0 ആയി കഴിഞ്ഞാൽ a ഇൻറ്റു 0 + 1 a വരും. പിന്നെ b ഇൻറ്റു 0 പോയല്ലോ. ആൻഡ് റൈറ്റ് സൈഡ് എക്സിന് 0 കൊടുത്താൽ 0/2 0 ആയിപ്പോയി. എക്സിന് 0 കൊടുത്താൽ ഇത് 0 ആയിപ്പോയി, 1 വരും. ഇപ്പം നമ്മളെവിടെ എഴുതി നിർത്തിയത്? നമ്മളിവിടെയാണ് എഴുതി നിർത്തിയത് അല്ലേ? അത് കണ്ടിന്യൂ ചെയ്യാം. ഈ 1/2 എക്സിന് x/2 എന്ന് എഴുതാമല്ലോ. x/2 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ്, ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഇതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ട്. a/1 പ്ലസ് b/2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? a എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1/x വരും. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 അല്ലേ? 3/2 അല്ലേ? 3/2 ഡിവൈഡഡ് ബൈ -2x + 1 കിട്ടും dx. നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 സ്റ്റെപ്പും കൂടി ഉള്ളൂ. x/2 പ്ലസ് ഇവിടെ ഒരു 1/x വന്നിട്ടുണ്ട് അല്ലേ? 1/xൻ്റെ ഇൻ്റഗ്രൽ log x, 1/xൻ്റെ log x പ്ലസ് ഇവിടെ ഒരു 3/2 ഉണ്ട്, അത് മാറ്റി നിർത്താം. 3/2 മാറ്റി നിർത്തി 3/2 പുറത്തോട്ട് എടുത്തു. 1/-2x + 1 ആണ് ബാക്കിയുള്ളത് അല്ലേ? 1/-2x + 1. 1/x log x ആണെന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ 1/-2x + 1 എന്ന് പറഞ്ഞാൽ log -2x + 1. 1/x log x. അപ്പോൾ 1/-2x + 1 log -2x + 1. പക്ഷേ ഇവിടെ എക്സിന് ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സിന് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2 അല്ലേ? അപ്പോൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് പ്ലസ് എഴുതണം. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം അല്ലേ? x/2 പ്ലസ് log x, ഇവിടെ മൈനസ് സൈൻ ഉണ്ടല്ലോ ഇല്ലേ? അതിങ്ങോട്ട് എടുത്തു. ഇവിടെ 3/2 × 2 3/4 log മോഡുലസ് -2x + 1 + c. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ.